ഏറ്റവും ഭാരം കുറഞ്ഞ തടി ഏത് മരത്തിനാണ്? റെഡ്വുഡ്, അക്കേഷ്യ, ബൽസ, സ്നേക്ക് വുഡ്. ഉത്തരം ബൽസ. വാണിജ്യപരമായി ഉപയോഗിക്കുന്ന ഏറ്റവും ഭാരം കുറഞ്ഞതും മൃദുവായതുമായ തടിയാണ് ബൽസ. ഇത് അസാധാരണമാമിതം ഉയർന്ന തോതിലുള്ള പ്ലവൻസി പ്രകടിപ്പിക്കുകയും ചൂടിനും ശബ്ദത്തിനും എതിരെ വളരെ കാര്യക്ഷമമായ ഇൻസുലേഷൻ നൽകുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലം സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഇന്ത്യ, കംബോഡിയ, മ്യാൻമാർ, ചൈന. ഉത്തരം കംബോഡിയ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ അങ്കോർ വാട്ട് കംബോഡിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6 കുട്ടികളിൽ കൂടുതലുള്ള അമ്മമാർക്ക് അവാർഡ് നൽകുന്ന രാജ്യം? സൗദി അറേബ്യ, കസാക്കിസ്ഥാൻ, ചൈന, പാകിസ്ഥാൻ. ഉത്തരം കസാക്കിസ്ഥാൻ. കസാക്കിസ്ഥാനിൽ വളരെ വലിയ കുടുംബങ്ങളുള്ള അമ്മമാരെ മെഡലുകൾ നൽകി ആദരിക്കുന്ന ഒരു ദീർഘകാല സോവിയറ്റ് പാരമ്പര്യമുണ്ട്. 6 കുട്ടികളുള്ള അമ്മമാർക്ക് വെള്ളി മെഡലുകളും 7 കുട്ടികളിൽ കൂടുതലുള്ളപ്പോൾ സ്വർണ്ണ മെഡലുകളും നൽകുന്നു. മെഡൽ ജേതാക്കൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ സർക്കാരിൽ നിന്നും ഒരു അലവൻസുമുണ്ട്. അവർ മെഡലുകൾ നേടുന്നില്ലെങ്കിലും 4 കുട്ടികളോ അതിൽ കൂടുതലോ ഉള്ള കുടുംബങ്ങൾക്ക് 21 വയസ്സ് തികയുന്നതുവരെ സാമ്പത്തിക സഹായ പരിപാടിയും നൽകുന്നുണ്ട്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതം? അന്നപൂർണ, പാമിർ, കാഞ്ചൻജംഗ, എവറസ്റ്റ്. ഉത്തരം പാമിർ. പാമിർ പർവ്വതനിരകൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നു. ഹിമാലയം, ടിയാൻഷാൻ, കാരക്കോറം, കുൻലുൻ, ഹിന്ദുകുഷ് പർവ്വതനിരകളുമായി സംഗമിക്കുന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന മധ്യേഷ്യയിലെ ഒരു പ്രധാന പർവ്വതനിരയാണിത്. ഇന്ത്യയിലെ കറുത്ത നഗരം എന്നറിയപ്പെടുന്ന നഗരം? മുംബൈ, കൊൽക്കത്ത, കൊച്ചി, പൂനെ. ഉത്തരം കൊൽക്കത്ത. കൊൽക്കത്തയെ ഇന്ത്യയിലെ കറുത്ത നഗരം എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാർ നിരവധി യൂറോപ്യന്മാരെ ഒരു ചെറിയ സെല്ലിൽ തടവിലാക്കിയ കൽക്കത്തയിലെ ബ്ലാക്ക് ഹോൾ എന്നറിയപ്പെടുന്ന ചരിത്ര സംഭവത്തിൽ നിന്നാണ് ഈ വിളിപ്പേര് ഉരുത്തിരിഞ്ഞത്. കറുത്ത കല്ല് വിഗ്രഹങ്ങളായ പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്ന കാളീദേവിയുടെ ആരാധനയുമായും ഈ നഗരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കറുത്ത നഗരമെന്ന പദവിക്ക് കൂടുതൽ സംഭാവനകൾ നൽകുന്നു. വാസ്തുപ്രകാരം വീടിൻ്റെ ഏത് ഭാഗത്താണ് തീ കൂട്ടാൻ പാടില്ലാത്തത്? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഉത്തരം വടക്ക്. വടക്ക്, വടക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് മൂലകൾ എന്നിവിടങ്ങളിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് അടുപ്പ് അല്ലെങ്കിൽ അടുപ്പ് പോലുള്ള അഗ്നിഘടകങ്ങൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കണം. വടക്ക് ദിശ ജലഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് തീയുമായി ഏറ്റുമുട്ടുന്നു. ഇത് ബന്ധങ്ങളിലും ആരോഗ്യത്തിലും അസന്തുലിതാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. മഹാപുരാണങ്ങളുടെ എണ്ണം എത്ര? 6, 12, 18, 21. ഉത്തരം 18. 18 മഹാപുരാണങ്ങളും ഏതാണ്ട് അത്ര തന്നെ ഉപപുരാണങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. വിഷ്ണുപുരാണം 6, ശിവപുരാണം 6, ബ്രഹ്മപുരാണം 6 എന്നിവയാണ് 18 മഹാപുരാണങ്ങൾ. തിരിഞ്ഞു നോക്കാതെ പിൻവശം കാണുന്ന ഒരേ ഒരു മൃഗം? മുയൽ, ഗോറില്ല, ജിറാഫ്, ആന. ഉത്തരം മുയൽ. മുയലുകൾക്ക് തല തിരിക്കാതെ തന്നെ പിന്നിലേക്ക് കാണാൻ കഴിവുണ്ട്. തലയുടെ വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന കണ്ണുകളുടെ സ്ഥാനമാണ് ഇതിനു കാരണം. ഇത് വിശാലമായ കാഴ്ചമണ്ഡലത്തിന് ഒരു പരിധിവരെ 360 ഡിഗ്രി കാഴ്ചയ്ക്കും അനുവദിക്കുന്നു. മധുരം തിരിച്ചറിയാൻ കഴിയാത്ത വളർത്തുമൃഗം ഏത്? നായ, പശു, പന്നി, പൂച്ച. ഉത്തരം പൂച്ച. മധുരം തിരിച്ചറിയാൻ കഴിയാത്ത വളർത്തുമൃഗമാണ് പൂച്ച. പൂച്ചയ്ക്ക് മധുരത്തിനായുള്ള പ്രവർത്തനപരമായ രുചി റിസപ്റ്ററുകൾ ഇല്ല.
ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾ കൊണ്ടും രുചി അറിയാൻ കഴിയുന്ന ജീവി. സീൽ, സ്റ്റാർഫിഷ്, ജെല്ലി ഫിഷ്, ക്യാറ്റ് ഫിഷ്. ഉത്തരം ക്യാറ്റ് ഫിഷ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ച് രുചി അറിയാൻ കഴിയുന്ന മൃഗമാണ് ക്യാറ്റ് ഫിഷ്. മറ്റ് മൃഗങ്ങളെപ്പോലെ വായിൽ മാത്രമല്ല ശരീരത്തിൽ ഉടനീളം രുചിമുകുളങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. ഇത് അവയ്ക്ക് പരിസ്ഥിതിയെ ഫലപ്രദമായി രുചി ചെയ്യാനും കലങ്ങിയ വെള്ളത്തിൽ പോലും ഭക്ഷണം കണ്ടെത്താനും അനുവദിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.